വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 13 വാക്യങ്ങൾ 31 മുതൽ 35 വരെ. ജെറൂസലേമിനെ കുറിച്ചുള്ള വിലാപം. ആ മണിക്കൂറിൽ തന്നെ ചില ഫരിസേയർ വന്ന് ഈശോയോട് പറഞ്ഞു, ഇവിടം വിട്ടു പോകുക, കാരണം ഹെറോദസിനെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവൻ, ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും 3-ാം ദിവസം പൂർത്തിയാക്കുകയും ചെയ്യും. ഏതായാലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ജെറൂസലേമിന് പുറത്ത് വെച്ച് ഒരു പ്രവാചകൻ വധിക്കപ്പെടുക സാധ്യമല്ല. ജെറൂസലേം, ജെറൂസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കിലേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ എന്ന പോലെ നിന്റെ സന്താനങ്ങളെ ചേർത്തു നിർത്താൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, എന്നാൽ നിനക്കോ മനസ്സുണ്ടായില്ല. ഇതാ, നിങ്ങളുടെ ഭവനം നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുന്നതുവരെ നിങ്ങൾ എന്നെ കാണുകയേയില്ല. സഹോദരരെ, വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 2-ാം ലേഖനം അധ്യായം 2 വാക്യങ്ങൾ 4 മുതൽ 10 വരെ. ദൈവഭയമില്ലാതെ ജീവിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ്. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല. വിധിദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾക്കുഴികളിലേക്ക് തള്ളിവിട്ടു. ദുഷ്ടരുടെ മേൽ ജലപ്രളയം അയച്ചപ്പോൾ പഴയ ലോകത്തോട് അവിടുന്ന് കാരുണ്യം കാണിച്ചില്ല. എന്നാൽ നീതിയുടെ പ്രഘോഷകനായ നോഹയെ മറ്റ് 7 പേരോടുകൂടെ അവിടുന്ന് കാത്തുരക്ഷിച്ചു. സോദോം ഗൊമോറ നഗരങ്ങൾ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു. അങ്ങനെ ദൈവഭയമില്ലാത്തവർക്ക് വരാനിരിക്കുന്നവയുടെ ഒരു ദൃഷ്ടാന്തം അവിടുന്ന് നൽകി. ദുഷ്ടരുടെ ദുർവൃത്തി മൂലം വളരെയേറെ വേദന സഹിച്ച നീതിമാനായ ലോത്തിനെ അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചു. അവരുടെ മധ്യ ജീവിച്ച ആ നീതിമാൻ അവരുടെ ദുഷ്പ്രവൃത്തികൾ അനുദിനം കാണുകയും കേൾക്കുകയും ചെയ്തു. അത് അവന്റെ നീതിബോധമുള്ള മനസ്സിനെ ദണ്ഡിപ്പിച്ചു. ദൈവഭയമുള്ളവരെ പരീക്ഷയിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്നും അനീതി പ്രവർത്തിക്കുന്നവരെ വിധി ദിനം വരെ എങ്ങനെ ശിക്ഷാവിധേയരാക്കി നിർത്തണമെന്നും കർത്താവ് അറിയുന്നു. പ്രത്യേകിച്ച് മ്ലേച്ഛമായ മോഹങ്ങൾക്ക് അടിമപ്പെടുന്നവരെയും അധികാരം നിന്ദിക്കുന്നവരെയും മഹിമയണിഞ്ഞവരെ ധാർഷ്ട്യത്തോടെ ദുഷിക്കാൻ പോലും പേടിയില്ലാതെ ഇരിക്കുന്നവരാണവർ.